നമസ്കാരം. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും ശക്തനായ അതല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യനായ രാഷ്ട്രത്തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് തന്നെയാണ് മറുപടി ലഭിച്ചിരുന്നത്. ഒപ്പം അന്ന് USSR ഉണ്ടായിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റിനും ഏതാണ്ട് അതുപോലെയുള്ള ഒരു വില സമൂഹം കൽപ്പിച്ച് നൽകിയിരുന്നു. ലോകത്ത് എവിടെ എന്ത് സംഭവം നടന്നാലും അവിടെ എല്ലാവരും തന്നെ ഇടപെടുന്ന രാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളായിരുന്നു അമേരിക്കയിലും റഷ്യയിലുമൊക്കെ അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് നിന്ന് ഏറ്റവും ജനസ്വാധീനമുള്ള ഏറ്റവും ജനപ്രിയനായ ഭരണാധികാരി ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ലോകരാഷ്ട്രങ്ങളെ വമ്പന്മാരെയെല്ലാം കടത്തിവെട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദി വീണ്ടും ലോകത്തെ ഏറ്റവും ജനപ്രിയനായ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് പുറത്തുവിട്ട പട്ടികയിലാണ് 68% നേടി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും ജനകീയനായ നേതാവായി മാറിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മോദിക്ക് പിന്നിലാണ്. ഇതിലേറ്റവും പിന്നിലായി പോയ ഭരണാധികാരി ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോണാണ്. 75% പേരും അദ്ദേഹത്തിന് എതിരെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന പൗരന്മാർക്കിടയിൽ നടത്തിയ സർവേയിൽ നിന്നാണ് നരേന്ദ്രമോദിയെ ലോകത്തെ ഏറ്റവും ജനപ്രിയനായ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹം എല്ലാവരോടും ഇടപെടുന്ന അനൗപചാരികമായ രീതികളാണ്. സാധാരണഗതിയിൽ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കാണുമ്പോഴൊക്കെ തന്നെ വളരെ ഔപചാരികമായിട്ടാണ് പെരുമാറുന്നത്. അവരുടെ ഹസ്തദാനത്തിൽ ഒരു പ്രത്യേക താളമുണ്ടായിരിക്കും. അവരൊന്ന് കൈയടിക്കണമെങ്കിൽ പോലും അതിനൊരു പ്രത്യേക രീതി ഉണ്ടായിരിക്കും. അതുപോലെ പരസ്പരമുള്ള സംസാരത്തിലും പെരുമാറ്റ രീതികളിലുമൊക്കെ തന്നെ വളരെ അങ്ങേയറ്റം ഔപചാരികത അവർ കാത്തുസൂക്ഷിക്കാറുണ്ട്. പക്ഷേ നരേന്ദ്രമോദി നേരെ തിരിച്ചാണ്. അദ്ദേഹം എല്ലാവരോടും അനൗപചാരികമായി തന്നെയാണ് പെരുമാറുന്നത്. ലോകത്തെ വലിയ ഉച്ചകോടികൾ നടക്കുമ്പോഴൊക്കെ തന്നെ അവിടെ എത്തി മറ്റ് രാഷ്ട്രത്തലവന്മാരോട് അവരെ തോളിൽ കൈവച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവരെ തോളിൽ തട്ടിക്കൊണ്ടൊക്കെ തന്നെ അങ്ങേയറ്റം സൗഹൃദത്തോടെ പെരുമാറുന്ന നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ പലരും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഒരു കാലത്ത് കണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സൗഹൃദം ഇന്ന് ലോകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്ന തലത്തിലേക്ക് മാറ്റാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം. ഇപ്പോൾ ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ആര് വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല. പക്ഷേ അതിന് ഉത്തരമായി ഇന്ത്യയിലെ UAE സ്ഥാനപതി പറഞ്ഞത് ഇന്ന് ലോകത്ത് ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ, അത് നരേന്ദ്രമോദിക്കാണെന്നാണ്. നരേന്ദ്രമോദിയുടെ ഓരോ ഫോൺ കോൾ ഇറാനിലെ പ്രസിഡൻറ്റിനും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും നടത്തിയാൽ മതി, അന്ന് യുദ്ധം അവസാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്രത്തോളം ശക്തനായ ഭരണാധികാരിയായി ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇന്ത്യയിലെ UAE അംബാസഡറിൻ്റെ ഈ ഒരു പ്രതികരണം. മാത്രവുമല്ല, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും ഏറ്റവും നല്ല മധ്യസ്ഥൻ നരേന്ദ്രമോദിയാണ് എന്നാണ് ഇരു രാജ്യങ്ങളും വിശ്വസിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ആരും ഇക്കാര്യം ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ നമുക്കതിൽ ഇടപെടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം. ഒരു കാലത്ത് അമേരിക്കൻ പ്രസിഡന്റുമാരാണ് ലോകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടേക്ക് ഇടപെടുമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു സ്ഥാനം ഒരു കാലത്ത് ഇവരെല്ലാവരും തന്നെ ഒരു വെളിപ്പാടകലെ മാറ്റി നിർത്തിയിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയ BJP സംബന്ധിച്ചൊക്കെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ലോകത്ത് ഒരുപാട് ശക്തരായ ഭരണാധികാരികളുണ്ട് എങ്കിൽ പോലും അവർക്കെല്ലാവർക്കും തന്നെ ജനകീയരായി മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നിഷേധിക്കാനാവാത്ത കാര്യമാണ്. പലരും അവരുടെ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഭയത്തോടും അതുപോലെ ആശങ്കയോടും കൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും ഭയത്തോടെ നോക്കുന്ന ഒരുപാട് ഭരണാധികാരികൾ ഇന്നും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഭരിക്കുന്നുണ്ട്. അവർക്കിടയിലാണ് അങ്ങനെ ഒന്നുമല്ലാതെ തികച്ചും ജനകീയനായ ഒരു പ്രധാനമന്ത്രിയായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയത് മുതൽ, അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത് മുതൽ ഇന്ത്യയിൽ നിന്ന് പോലും എത്ര കള്ളക്കഥകളാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഭരണാധികാരിയായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ കള്ളക്കഥകളെല്ലാം തന്നെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി പിന്നീട് അങ്ങോട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പല തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കാനും ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് ലോകത്ത് തെളിയിക്കാനും കഴിഞ്ഞത്. പാകിസ്ഥാനെ എന്നൊക്കെ ഇന്ത്യയുമായി ഉരസാനെത്തിയിട്ടുണ്ടോ അന്നെല്ലാം കനത്ത തിരിച്ചടി നൽകി അവരെ തിരിച്ച് ഓടിക്കാനും, അതുപോലെ രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങൾക്ക് സുരക്ഷിതമാണ്, ഞാൻ ഭരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് ബോധ്യപ്പെടുത്താനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളതും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ ഒരു സർവേയിൽ
നരേന്ദ്രമോദിക്ക് അനുകൂലമായി 68% പേർ വോട്ട് ചെയ്തത് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 39% മാത്രമാണ് ഇപ്പോൾ ഈ അനുകൂലമായി വോട്ട് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സർവേയിൽ അതിൻ്റെ സ്ഥാനം. ഇന്ത്യൻ പ്രധാനമന്ത്രി 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് 39ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം നരേന്ദ്രമോദി ഇന്ന് ലോകത്ത് എത്രത്തോളം ശക്തനായ ഒരു നേതാവായി വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ മാറിക്കഴിഞ്ഞു എന്ന്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർക്ക് 24% മാത്രമാണ് വോട്ട് ലഭിച്ചത്. അപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തന്മാരെന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന ഈ രാഷ്ട്രത്തലവന്മാരെ എല്ലാവരെയും കടത്തിവെട്ടിക്കൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പട്ടികയിലും ഇപ്പോൾ വീണ്ടും 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്.